അനുഗ്രഹീതമായ ഒരു നല്ല പകൽക്കാലം കർത്താവ് നമുക്ക് ദാനമായി നൽകി. ആത്മീയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുവാനും ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയും ഇന്ന് പകൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നൽകിയ വിലപ്പെട്ട നിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതമായ ആരാധനയുടെ നിമിഷങ്ങൾ ഇന്ന് പകൽ നമുക്ക് കർത്താവ് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് ഇന്ന് പകൽ പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് അല്പ നിമിഷങ്ങൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന ബുക്ക് ഓഫ് 1 Corinthians chapter 16 verses 21 to 24. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സഹായിക്കുന്നു. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവരും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം. ആമേൻ. 22-ാം വാക്യമാണ് പ്രധാനമായി ഇന്ന് പകൽ ദൈവമക്കളോട് അതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം. നമ്മോട് എടുത്ത് വായിപ്പിക്കുന്ന 22-ാം വാക്യം, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. 2 വാക്യങ്ങൾ ഉൾപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം ഇന്ന് പകൽ ആത്മീയ ചിന്തയ്ക്കായി പ്രാപിപ്പാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യർ ലേഖനം പൗലോസ് എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത ദൈവിക വചനങ്ങൾ ഒരുപക്ഷെ നിത്യതയെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, നാളെ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചൊക്കെ ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് കൊരിന്ത്യർ ലേഖനം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മണ്ണുകൊണ്ടുള്ള ശരീരത്തെ വിട്ട് വിണ്മയമായ ശരീരത്തെ നമ്മൾ പ്രാപിക്കുമെന്നും മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക പ്രത്യാശ ഒരു ദൈവവേദന കൈമാറിയ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന്റെ മേശയുമായി ബന്ധപ്പെട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച ആത്മീയ മർമ്മങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് പൗലോസ് എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. കൊരിന്ത്യ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലേഖനം എഴുതുമ്പോൾ നാളുകളിൽ വെളിപ്പെടാനുള്ള പ്രത്യാശയെ കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കാൻ, അവരെ പഠിപ്പിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ശരീരം തേജസ്സുള്ളതായിരിക്കുമെന്നും തേജസ്സുള്ള ശരീരം തേജസ്സോട് കൂടെ സ്വർഗത്തിൽ എടുക്കപ്പെടുമെന്നും കർത്താവിനോട് കൂടെ ചേർന്ന് വസിക്കുന്ന കാലങ്ങൾ ശ്രേഷ്ഠമാണെന്നും സഭയെ പഠിപ്പിച്ച ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എന്ന് പറയുന്നത്. നാളുകളിൽ വെളിപ്പെടാനുള്ള പ്രത്യാശയാണ് കൊരിന്ത്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത്. നമ്മെ പഠിപ്പിക്കുന്ന നാളുകളിൽ വെളിപ്പെടാനുള്ള മഹത്വം, ആ നാളുകളിൽ വെളിപ്പെടാനുള്ള പ്രത്യാശയെ കുറിച്ച് ഒരു ദൈവപൈതലിന് പ്രതീക്ഷ നൽകുന്ന, ആവേശം നൽകുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനം എഴുതി അവസാനിക്കുമ്പോൾ പൗലോസ് എഴുതിയ ചില പദങ്ങൾ വളരെ ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ കണ്ണിൽ അത് ഉടക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട ആത്മീയ ചിന്തകൾ സഭയെ പഠിപ്പിക്കുമ്പോൾ നാളെ വെളിപ്പെടാനുള്ള പ്രത്യാശ പ്രാപിക്കണമെങ്കിൽ നാം എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ദൈവസഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് പോലെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവൻ. കുത്തക്കോമയിട്ട് അടുത്ത വാക്ക് പൗലോസ് തുടരുകയാണ്. നമ്മുടെ കർത്താവ് വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 2 പദങ്ങളാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ പദങ്ങളുമായി ബന്ധപ്പെട്ട. മലയാളത്തിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിച്ചാണ് എഴുതിയതെങ്കിലും ഗ്രീക്ക് ബൈബിൾ 2 പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 അനാഥമ എന്നൊരു പദമാണ്, 2 മാറാനാഥ എന്നൊരു പദമാണ്. ഈ 2 പദങ്ങൾ ചേർത്താണ് വാക്യം തുന്നി ചേർത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. 1-ാമത്തെ പദം കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഗ്രീക്ക് ഭാഷയിൽ ഒരൊറ്റ വാക്കിലാണ് അത് രേഖപ്പെടുത്തിയത്. അനാഥമ എന്നൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 2-ാമത്തെ പദം പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് വരുന്നു. 3 വാക്കുകൾ ഉപയോഗിച്ചാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ ഒറ്റ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാറാനാഥ. ദൈവത്തിന്റെ സ്തോത്രം. അന്നത്തെ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ അന്യോന്യം കാണുമ്പോൾ പറഞ്ഞിരുന്ന പ്രത്യാശയുടെ ഒരു വാക്കാണ് മാറാനാഥ.
അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. ഈ രണ്ട് പദങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് പകൽ നമ്മുടെ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ പുതിയ നിയമം ഉടനീളം നമ്മൾ പഠിച്ചാൽ രണ്ട് പദങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ വചനവുമായി ബന്ധപ്പെട്ട്. ഒന്ന് കർത്താവിന്റെ സ്നേഹം, രണ്ട് കർത്താവിനോടുള്ള സ്നേഹം. ഈ രണ്ട് വാക്കുകളും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവസ്നേഹം, രണ്ട് കർത്താവിനോടുള്ള സ്നേഹം. ഈ രണ്ട് പദങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ആധികാരികമായി പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ദൈവസ്നേഹം എന്നൊരു പദമാണ്. അല്ലെങ്കിൽ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ദൈവസ്നേഹം. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്, കർത്താവിനോടുള്ള സ്നേഹം. അത് നമ്മുടെ പ്രതികരണമാണ്. ഈ രണ്ടും ചേരുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. കർത്താവിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് കർത്താവിനോടുള്ള സ്നേഹവും, ഇതിന് രണ്ടിനും രണ്ട് തലങ്ങളുണ്ട്. ഇന്ന് രാവിലെ നമ്മളത് ഒരൽപ്പ നിമിഷങ്ങൾ ധ്യാനിക്കാൻ പോകുകയാണ്. റോമലേഖനം എന്നെടുത്ത് 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ ഒരു പദം ഇതിനോട് ചേർത്ത് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. റോമലേഖനം, the book of Romans chapter 8 verses 35. 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ശക്തമായ പദം ക്രിസ്തുവിന്റെ സ്നേഹം, the love of Christ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിബിംബിക്കുവാൻ പൗലോസ് അവിടെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അതിൽ തുടങ്ങി നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം. രണ്ടാം പദത്തിലേക്ക് നമുക്കൊന്ന് കയറാം. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമത്തെ പദം, നാം കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുൻപ് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഒന്നാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിൽ വന്ന ചില ചിന്തകളുണ്ട്. കർത്താവ് എന്നെ സ്നേഹിക്കാനുള്ള കാരണമല്ല, എന്നെ സ്നേഹിക്കാനുള്ള കാരണമല്ല. അപ്പം എന്റെ ചിന്തകളില് ആ കാരണങ്ങളൊക്കെ ഇങ്ങനെ തോന്നിയപ്പം എന്റെ മനസ്സിൽ വന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയാം. അത് ബൈബിളിൽ എഴുതിയ ചിന്തകളല്ല, എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത. ഞാൻ ഇടുന്ന ഒരു 10 രൂപയുടെ സ്തോത്ര കാഴ്ചയാണോ ദൈവം എന്നെ സ്നേഹിക്കാൻ കാരണം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതായിരുന്നു കാരണമെങ്കിൽ എന്നേക്കാൾ നന്നായി സ്തോത്ര കാഴ്ച ഇടാൻ പറ്റിയ ഒത്തിരി പേര് ഈ ലോകത്തുണ്ടായിരുന്നു. അവരെ ദൈവം തെരഞ്ഞെടുക്കണമായിരുന്നു. ഞാൻ ഇടുന്ന ഒരു 10 റിയാൽ ആണോ ദൈവം എന്നെ സ്നേഹിക്കാൻ കാരണം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കാരണം എന്നേക്കാൾ നന്നായി കൊടുക്കാൻ പ്രാപ്തിയുള്ള എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് എന്നെ സ്നേഹിച്ചതിന്റെ കാരണം അതല്ല. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് നല്ല സംസാരശേഷി ഉള്ളത് കൊണ്ടാണോ ദൈവം എന്നെ സ്നേഹിച്ചത്? അല്ല. എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. അപ്പോൾ അതും ഒരു കാരണമല്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ആകൃതിയോ എന്റെ നീളമോ എന്റെ ശരീരത്തിന്റെ പ്രത്യേകതയാണോ എന്നെ സ്നേഹിക്കാൻ കാരണം? അല്ല, ഒരിക്കലുമല്ല. എന്നേക്കാൾ ആരോഗ്യമുള്ള ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് അതുമല്ല കർത്താവ് എന്നെ സ്നേഹിക്കാൻ കാര്യം. മറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതാണോ ആ കർത്താവ് എന്നെ സ്നേഹിക്കാനുള്ള കാരണമായി മാറിയത്? ദൈവത്തിന്റെ സ്തോത്രത്തിന്റെ ശബ്ദമാണോ? ഞാൻ കൈയടിക്കുന്നതാണോ? ഞാൻ സ്തോത്രം പറയുന്നതാണോ? ഞാൻ അന്യഭാഷകൾ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നതാണോ ദൈവം എന്നെ സ്നേഹിക്കാൻ കാരണം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു 3 സ്തോത്രം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു പോകും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഒരു അരമണിക്കൂർ കൈയടിച്ചാൽ ഞാൻ ക്ഷീണിച്ചു പോകും. പക്ഷേ ക്ഷീണിക്കാത്ത ആരാധിക്കുന്ന ഒരു സംഘം സ്വർഗത്തിലുണ്ട്. അവരെ വിളിക്കുന്ന പേര് സാറാഫുകൾ എന്നാണ്. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, 24 മണിക്കൂറും ഒരുപോലെ ദൈവത്തെ ആരാധിക്കാൻ പ്രാപ്തിയുള്ള, കഴിവുള്ള, തന്റേടമുള്ള, ശബ്ദമുള്ള, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ഒരു സംഘം ദൈവത്തിന്റെ സ്തോത്രം സ്വർഗത്തിലുണ്ട്. അവരെ വിളിക്കുന്ന പേര് സാറാഫുകൾ എന്ന, അവരെ വിളിക്കുന്ന പേര് കെരൂബുകൾ എന്ന. ദൈവത്തിന്റെ സ്തോത്രം. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് അവർ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, യഹോവ. ഓ, ദൈവത്തിന്റെ സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം എന്നെ ചിന്തിപ്പിച്ചു. ഇവരാർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ ഇളകുവാനിടയായി തീർന്നു. ആരാധന ആലയത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുവാനിടയായി തീർന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഒരു സ്തോത്രം പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഡോറിനപ്പുറത്ത് അത് കേൾക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ സാറാഫുകൾ അല്ലെങ്കിൽ കെരൂബുകൾ ചിറക് കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ ദൈവത്തിന്റെ സ്തോത്രം അലകളാൽ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ ഇളകിയെങ്കിൽ എത്ര ശക്തമായ ഒരു ആരാധനയാണ് സ്വർഗത്തിൽ വെളിപ്പെടുവാനിടയായി തീരുന്നത്. ഇത് മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല. അവർക്ക് ക്ഷീണിക്കുന്ന ഒരു
ശരീരമല്ല, വിൺമയമായ ശരീരമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്റെ ആരാധനയല്ല ദൈവം എന്നെ സ്നേഹിക്കാൻ കാരണം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കൊടുക്കുന്ന സ്തോത്ര കാഴ്ചയോ എന്റെ ശബ്ദമോ എന്റെ ആരോഗ്യമോ എന്റെ കുടുംബ പാരമ്പര്യമോ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ഒന്നുമല്ല എന്നെ സ്നേഹിക്കാനുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്നോട് തന്നെ ചോദിച്ചു, എന്നെ പിന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? സ്തോത്രം സ്തോത്രം. പൗലോസ് പറയുക, ബലഹീനനായിരിക്കുമ്പോൾ, പാപിയായിരുന്നപ്പോൾ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ അവൻ നമ്മെ അങ്ങനെയെങ്കിൽ ആ സ്നേഹം എത്ര ആഴമുള്ളതാണ്. ഒരു കാരണം നോക്കിയല്ല നമ്മളെ സ്നേഹിച്ചത്, ഒരു റീസൺ അതിനകത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു കുറച്ചു നേരം, ഒരു കാരണമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ കർത്താവിന് എന്നെ? ഞാൻ കാര്യം പറയാം, കുറേ നേരം കഴിഞ്ഞ ആഴ്ച ആലോചിച്ചിട്ടു ഒരു റീസൺ പോലും എനിക്ക് കിട്ടിയില്ല. എന്നെ കർത്താവിനെ സ്നേഹിക്കാൻ, ഈ ശുശ്രൂഷയെ കൊണ്ടുവരാൻ, നിങ്ങളുടെ മുമ്പിൽ നിർത്താൻ എന്തെങ്കിലും ഒരു കാരണം, ഒരു റീസൺ. അവസാനം ഇങ്ങനെ എന്റെ മനസ്സിൽ വന്നു, ഒറ്റ കാരണം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ. ഓ രക്തത്താൽ ഒരു കാരണം നമുക്ക് ഈ ഹോളിൽ നമ്മെ ഇന്ന് പകൽ കൊണ്ടുവരാൻ ഒരു റീസണും ഇല്ല. ദൈവം നമ്മോട് കാണിച്ച മഹാദയ, അത് ഓർത്തെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഒരു കണ്ണിനും ദയ തോന്നാതെ, ഒരു ആകൃതി ഇല്ലാതെ, ഒരു ഐഡന്റിറ്റി ഇല്ലാതെ, നമ്മൾ ആയിരുന്ന സ്ഥാനങ്ങളിൽ നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ കരുണ എത്ര വലിയതെന്ന് ഓർത്ത് ഇന്ന് പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഒരു കാരണമില്ല, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ എന്ത് ചെയ്തു? നമ്മളൊക്കെ കാരണം ഉണ്ടെങ്കിലേ സ്നേഹിക്കും. പക്ഷെ ഒരു കാരണമില്ലാതെ, ഒരു റീസൺ ഇല്ലാതെ, ദൈവത്തിന്റെ സ്തോത്രം, നമ്മെ തെരഞ്ഞെടുക്കാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തെ പൗലോസ് വിളിച്ച പേരാണ് ക്രിസ്തുവിന്റെ സ്നേഹം, the love of Christ. ആ സ്നേഹത്തെ ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് പൗലോസ് പറയുക, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനൊന്നിനും എന്നെ വേർതിരിപ്പാൻ. ആ ചോദ്യം ഉന്നയിച്ചിട്ട് പൗലോസ് പറയാ, കഷ്ടതയാണോ, സങ്കടമാണോ, ഉപദ്രവമാണോ, ഒന്ന് വായിച്ച്, പട്ടിണിയാണോ, നഗ്നതയാണോ, ആപത്താണോ, വാളോ, ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ പൗലോസ് നിരത്തിയിട്ട് പറയാ, ഇവയ്ക്കൊന്നിനും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. കാരണം എന്നെ സ്നേഹിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ്. ദൈവത്തിന് എന്റെ യോഗ്യത നോക്കിയല്ല, എന്റെ പ്രാപ്തി നോക്കിയല്ല, എന്റെ ശബ്ദം നോക്കിയല്ല, എന്റെ ആരോഗ്യം നോക്കിയല്ല, എന്റെ വിദ്യാഭ്യാസം നോക്കിയല്ല, ഞാൻ ആരാണെന്ന് നോക്കിയുമല്ല. ഈ ലോകത്തിൽ ഒരു സെലക്ഷൻ പലരും നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണമില്ലാതെ നമ്മെ സ്നേഹിക്കാൻ കർത്താവ് നമ്മോട് കാണിച്ച വലിയ സ്നേഹം, ആ സ്നേഹത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ ഒത്തിരി സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി താഴോട്ട് വരുമ്പോൾ 37-ാം വാക്യം ശ്രദ്ധിച്ച്, കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് അവിടെ പൗലോസ് കൊടുക്കുന്നുണ്ട്. 37-ാം വാക്യം, ഒന്ന്, മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പൗലോസ് ഉപയോഗിച്ച ഒരു വാക്ക് കുറച്ചും കൂടെ വിശദീകരിക്കുക. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാറ്റിന്റെയും മുഖാന്തരം കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം തന്നെയാണ്. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറയാ, ഈ ലോകത്തുള്ള ഏത് പ്രതിസന്ധിയും ജയിക്കാൻ ഈ സ്നേഹം മതി. അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ. ഇതൊക്കെ കാണാതെ അറിയുന്ന വാക്യങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. ആ സ്നേഹം ശരിക്കും അകത്ത് കേറിയ
ലോകത്തുള്ള ഒരു പ്രതികൂലങ്ങൾക്കും ഒരു നെഗറ്റീവ് ചിന്തകൾക്കും നമ്മളെ ആത്മീയമായി എന്ത് ചെയ്യാൻ പറ്റില്ല. അഭിഷേകത്തോടെ ആത്മനിയോഗത്തോടെ പറഞ്ഞ് ഒരു ശക്തികൾക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റില്ല. വേർപിരിക്കുന്ന ഒത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ, പക്ഷെ വേർപിരിക്കാൻ പറ്റില്ല. കാരണം എന്നെ ഒട്ടിച്ചിരിക്കുന്നത് ആ സ്നേഹത്തോടെ കർത്താവ് എന്നെ ചേർത്ത് പണിതിരിക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം, കർത്താവിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണെങ്കിൽ നമ്മൾ എന്താ കർത്താവിനെ സ്നേഹിക്കാൻ കാരണം? അവിടെയാണ് ആ വാക്യം പ്രസക്തമാകുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും. അപ്പം ഞാനിങ്ങനെ ഇത്രയും നല്ലൊരു ലേഖനം എഴുതിയിട്ട് അവസാനം വരുമ്പോ എല്ലാം കൊണ്ട് ഇത് കേട്ടാൽ എന്ത് തോന്നും? 1 മണിക്കൂർ നല്ലപോലെ പ്രസംഗിച്ചിട്ട് അവസാനം കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവസാനം വന്നപ്പം എല്ലാം എന്ത് ചെയ്തു? എനിക്ക് തോന്നി അങ്ങനെ ആയിരുന്നു ആ ലേഖനം അവസാനിപ്പിക്കേണ്ടിരുന്നത്. ഇത്ര പ്രത്യാശ നൽകിയ ദൂതുകൾ ദൈവസഭയ്ക്ക് കൈമാറി നാടുകൾ വെളിപ്പെടാൻ പോകുന്ന ശരീരത്തിന്റെ തേജസ് ഉൾപ്പെടെ നമ്മുടെ ജീവൻ ഉൾപ്പെടെ സ്വർഗത്തിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വം ഉൾപ്പെടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഏറ്റവും അവസാനിപ്പിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്ത, അതിനർത്ഥം സഭയ്ക്കകത്തും ആരുണ്ട്? മെമ്പർഷിപ്പ് ഉണ്ട്, പക്ഷേ നീ അവിടെയാണ് ആ വാക്ക് നമ്മളെ നമുക്ക് മെമ്പർഷിപ്പ് അല്ല വലുത്, കർത്താവിനോടുള്ള സ്തോത്രം. ഈ കർത്താവിന്റെ ലവ് എന്ന് പറയുന്നത്, അല്ലെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ, അതിന് പരിധി. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ, കാരണമില്ലാതെ ഒരിക്കലും നമ്മൾ ഒരാളെ എന്ത് ചെയ്യത്തില്ല, സ്നേഹിക്കോ? ചിലപ്പം നമ്മുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചവരായിരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരായിരിക്കും, നമുക്കൊരു ആശ്വാസവാക്ക് പകർന്നു നൽകിയൊരു വ്യക്തിയായിരിക്കും, നമുക്ക് നന്മ ചെയ്തൊരു വ്യക്തിയായിരിക്കും. പല നിലകളിലാണ് പലരോടുള്ള സ്നേഹം. നമ്മൾ ആ സ്നേഹത്തിന് വിളിക്കുന്ന ഒരു പേര്, ഞാൻ വിളിക്കുന്ന ഒരു പേര് കടപ്പാട്. ആ കടപ്പാട് ഒരിക്കലും ഈ 17-18 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി പേരോട് കടപ്പാടുണ്ട്, അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്നേഹത്തിന് ഞാൻ വിളിക്കുന്ന ഓമന പേരാണ് എന്ത്? ഞാൻ സമ്മതിക്കത്തില്ല, പക്ഷെ ഞാൻ വിളിക്കുന്ന ഒരു ഓമന പേരാണ്. ഈ കടപ്പാട് വരാനുള്ള കാരണം എവിടെയൊക്കെയോ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ അവർ നമുക്ക് ആശ്വാസമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മുഖങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കും, ഒന്ന് സ്തോത്രം ചെയ്യും. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലാകാം, വേദനയിലാകാം, ഞരക്കത്തിലാകാം, ആരും അറിയാത്ത സാഹചര്യങ്ങളാകാം. നമ്മളെ താങ്ങിയവരുണ്ട്, ബലപ്പെടുത്തിയവരുണ്ട്, ഒരു വാക്ക് ആശ്വാസം പറഞ്ഞവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, മറ്റു നിലകളിൽ നമ്മെ ശക്തീകരിച്ചവരുണ്ട്. അപ്പം നമുക്ക് കടപ്പാട് വരാൻ കാരണം അവരെന്തൊക്കെയോ നമുക്ക് വേണ്ടി. എല്ലാവരും ഇവിടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം നമ്മുടെ സ്നേഹം എന്തിന്റെയൊക്കെയോ അടിസ്ഥാനത്തിലാണ്, പക്ഷേ കർത്താവിന്റെ സ്നേഹം ഒന്നിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ആ വ്യത്യാസം. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കുണ്ട്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. അടുത്ത വാക്ക് അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്ക്, നമുക്ക് കാണാതെ അറിയുന്ന ഒരു വാക്ക്. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം എന്ത് ചെയ്തിരിക്കുന്നു, നൽകി. പക്ഷെ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു നന്മ കർത്താവ് നമുക്ക് ചെയ്തത് കൊണ്ടാണോ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിച്ചത് കൊണ്ടാണോ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്? സ്തോത്രം. ഏതെങ്കിലും കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടോ? അതോ
നമുക്ക് ലഭിച്ച നിത്യതയുടെ വെളിപ്പാടാണോ കർത്താവിനെ സ്നേഹിക്കാനുള്ള ഒരു കാരണം? ഇവിടെ പൗലോസ് പറയുക, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് എന്ത്? ഈ ശാപം എന്താന്ന് ചോദിച്ചാൽ അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ ശാപത്തെ എങ്ങനെ നമ്മൾ നിർവചിക്കുന്നത്? ആ വാക്കിനെ എങ്ങനെ നിർവചിക്കുന്നത്? ഞാൻ മൂഡ് കളയില്ല, അന്തരീക്ഷം കളയുമല്ല, പക്ഷെ എങ്ങനെ ആ വാക്കിനെ നമ്മളൊന്ന് നിർവചിക്കാം? നമ്മൾ ഈ ഓപ്പോസിറ്റ് വാക്ക് എടുക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വാക്ക് പഠിക്കാറില്ല. ഈ വാക്ക് ശരിക്കും പഠിച്ചാലേ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാകും. ഈ ശാപത്തെ എങ്ങനെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വളരെ ധ്യാനിച്ചപ്പം ഈ ശാപം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഒരുക്കിയ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതിരിക്കുന്നതാണ്. സ്തോത്രം. ഈ ഏദൻ തോട്ടത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് മനുഷ്യരെ ദൈവാക്കിയത്. ശ്രദ്ധിച്ചേക്കണേ. ആദാമിനെ പിന്നീട് ഹവ്വയും തോട്ടം കാപ്പാൻ, തോട്ടത്തെ നിയന്ത്രിപ്പാൻ ഒരു അധികാരം നൽകി ആ തോട്ടത്തിനകത്താണ്. എനിക്ക് തോന്നുന്നു ഒരു പാരഡൈസ്, സ്വർഗതുല്യമായ ഒരു ജീവിതത്തിലാണ് ഈ രണ്ടുപേരും അവിടെ എന്ത് ചെയ്തത്? ജീവിച്ചത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ദൈവ മനുഷ്യന്. കാരണം ഏദൻ എന്ന് പറയുന്നത് സ്വർഗതുല്യമായ ഒരു അനുഭവമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിലെങ്കിലും ആ ഏദൻ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭാഷയുടെ ജോലിയുടെ കാര്യങ്ങൾ തന്നെ ചിന്തിക്കാൻ സമയമില്ല. ഇനിയും ഏദൻ എങ്ങനെയാന്ന്, ഇതിനകത്തെ ടെൻഷന്, വീട്ടിലെ പ്രഷർ, സ്തോത്രം, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കണമെങ്കിൽ ഏദൻ എങ്ങനെയൊക്കെ സ്തോത്രം മൃഗങ്ങളുള്ള, നല്ല അരുവികളുള്ള, സ്തോത്രം പൂന്തോട്ടങ്ങളുള്ള മനോഹരമായ ഒരു ദേശമായിരുന്നു ഏദൻ എന്ന് പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇന്നത്തെ ഇറാഖ്, ഇറാൻ ആ പ്രദേശത്താണ് ഏദൻ ഉണ്ടായിരുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികളുടെ ബോർഡറിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പൂന്തോട്ടം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യൻ ജീവിച്ച ലക്ഷറി അല്ല പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായത്. പിശാചിന്റെ ലക്ഷ്യം ആദാമും ഹവ്വയും നന്നായി ജീവിച്ചതോ, നല്ല പഴങ്ങൾ കഴിച്ചതോ, ഹലോ, മനോഹരമായ ഏദനകത്ത് സന്തോഷത്തോടെ പാട്ടുപാടി നടന്നതോ അല്ല. പിശാചിന്റെ ലക്ഷ്യം ദൈവമായുള്ള ബന്ധമായിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, ദോഹയിലെ ഒരു ലക്ഷറിയും നമ്മൾ അനുഭവിക്കുന്നതിന് പിശാച് എതിരല്ല. സ്തോത്രം. ഏദനല്ലായിരുന്നു പ്രശ്നം. എന്നും വെയിലാറുന്നു. തോട്ടത്തിൽ ഒരാളുടെ ശബ്ദം, നേരിട്ട് മനുഷ്യനോട് ഇടപെടുന്ന, നേരിട്ട് സംസാരിക്കുന്ന. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാം, ഈ ലോകത്തിലെ ഒരു ലക്ഷറിയും അനുഭവിക്കുന്നതിന് പിശാച് എതിരാണെന്നൊരു ചിന്ത നമുക്കുണ്ടാകരുത്. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റണം. ഈ വാക്കാ പൗലോസ് ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ. അപ്പം ഈ വീക്ക്നെസ് നോക്കിയപ്പോ പിശാചിന് മനസ്സിലായി, സ്തോത്രം, ഈ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ കഴിയും. വീക്ക്നെസ് എന്താന്ന് കണ്ടുപിടിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു സഭയെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നമുക്ക് നമ്മളെ നന്നായി അറിയുന്നതിനേക്കാൾ പിശാചിന് നമ്മളെ നന്നായിട്ട് അറിയും. നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന്, നമ്മളെ എവിടെ പിടിക്കാമെന്ന് നന്നായി അറിയുന്ന ഒരാളാണ്. നമ്മുടെ പ്രൊമോഷനോ, നമ്മുടെ ഭാവിയോ, നമുക്ക് ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഓർത്തോണം, ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യണം? രക്തത്താൽ ജയമെടുക്കുക. ഈ മുന്നറിയിപ്പ് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഈ സ്നേഹത്തിൽ നമ്മളെ അകറ്റുന്ന ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നാൽ ആത്മാവിൽ അതിനെ ജയിക്കാനുള്ള ഒരു കരുത്ത് ഇന്ന് പകൽ ഈ ആരാധനയുടെ മധ്യത്തിൽ എന്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ. ആ ബന്ധത്തിൽ എന്ത് വരരുത്?
മരത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞു. ഒരു സംശയം. പക്ഷെ ഈ സംശയത്തിൽ നിന്നാണ് തോട്ടത്തിൽ നിന്ന് തന്നെ ഇവർ പുറത്താകത്തക്ക നിലയിൽ പിന്നീടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. സ്വതന്ത്രം. അപ്പൊ സ്നേഹത്തിന് ഏറ്റവും വലിയ പാര എന്താ പറയാൻ വേണ്ടി എല്ലാവരും ഉണ്ടോ? ഞാൻ തന്നെ പറഞ്ഞു പോയാൽ ഇടയ്ക്കുന്നു എന്റെ കൂടെ വരണം. ഈ സ്നേഹത്തിൽ നമ്മളെ അകറ്റുന്ന ഏറ്റവും വലിയ ഘടകം ചെറിയൊരു വിത്ത് അകത്ത് കയറിയാൽ, എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, ഈ സംശയം അകത്ത് കയറിയാൽ നമ്മളല്ലാതെ വെള്ളിയാഴ്ച ചിരിച്ചില്ലായിരുന്നു. എന്തോ വെള്ളിയാഴ്ച കണ്ടപ്പം ഒരു കാരണമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ച് ഇതിങ്ങനെ അകത്ത് കിടക്കും. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അതൊന്ന് ചോദിക്കണമല്ലോ, കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒന്നും. ഹലോ, ഞായറാഴ്ച ആയപ്പോ ഇത് വലുതായി, അങ്ങനെ വിട്ട ഒരു കാര്യം. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് എന്നാ ഇന്ന് ഞാനും എന്ത് ചെയ്യുന്നില്ല. ഇത് വളർന്ന് എവിടെ പോയി? ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ. എന്നാ പിന്നെ ഒറ്റ കാര്യം ചിരിച്ചില്ല, ഞാൻ തിരിച്ചങ്ങോട്ട്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ചാൽ ആര് ജയിച്ചു? നിങ്ങൾ ഇവിടെ ഇല്ല. ആര് ജയിച്ചു? മനസ്സിലാകുന്നെങ്കിലും ആര് ജയിച്ചു? നമ്മൾ ജയിച്ചു. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. സംശയം എപ്പോ അകത്ത് കയറുന്നോ അപ്പൊ അതിനെ ശാസിക്കാനുള്ള ഒരു കൃപ രക്തത്താൽ ജയമെടുക്കാൻ. അതിന് ജയിക്കാൻ പറ്റിയാൽ ഒരു കാര്യം ഉറപ്പാ, ക്രിസ്തീയ ജീവിതം വിജയകരമായി. Nothing can separate me from the love of God. ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവസഭയോട് ദൈവാത്മാവ് പറയാ, സംശയങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ തകരണം. ഇന്ന് പകൽ ഒരു അഭിഷേകം ഈ ഹോളിനകത്ത് വ്യാപരിക്കണം. എങ്ങനെയുള്ള അഭിഷേകം? കൃപയിൽ നിലനിർത്തുന്ന, വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന. ആ ബന്ധത്തിന് വിള്ളൽ വരുന്ന, ഉലച്ചിൽ വരുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന്. സത്യം പറഞ്ഞാല് ഞാൻ പലപ്പോഴും ചിന്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. വൈകിട്ട് ദൈവം തോട്ടത്തിൽ വരും, വെയിലാർക്കും. ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പിശാച് എന്ത് ചെയ്യത്തില്ലായിരുന്നു. സ്വതന്ത്രം. അതാ അച്ഛൻ ഇവിടെ ഇല്ല, വരുമ്പോ ചോദിച്ചിട്ട് നാളെ വരുമ്പോ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ബന്ധത്തിന്. സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഈ പിശാച് പറഞ്ഞതിനേക്കാൾ ഈ സഹോദരി ആകർഷിച്ചത്, സഹോദരി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ അമ്മയാണ്, ആകർഷിച്ചത് ഫലം കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ. ഏതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ സൺഡേ സ്കൂളിൽ പഠിച്ചൊന്നും പിന്നെ നമ്മളെ ഉൽപ്പത്തി എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായി, വായിച്ചിട്ടില്ല. കാൺമാൻ, നോക്കട്ടെ ആരൊക്കെ വായിച്ചിട്ടുണ്ടോ? കാൺമാൻ ഞാൻ പറഞ്ഞായിരുന്നു, തിന്മാൻ. ഞാൻ ചോദിക്കട്ടെ, കഴിക്കാത്തൊരു കാര്യം രുചികരമാണെന്ന് പറയാൻ കാരണം, ഹലോ, ഇതൊരു ആകർഷക ശക്തിയായി മനസ്സിനകത്ത് നമ്മളെ ആകർഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ അറിയാതെ വേർപെടുത്തി കളയുന്ന ഒത്തിരി ഘടകങ്ങൾ ഈ ലോകത്ത്. രക്തത്താൽ ജയമെടുക്കുക, അത് പറിച്ച് തിന്നുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, അദ്ദേഹം വരുന്നത് വരെ കാത്തിരിക്കാൻ പോലും. കണ്ടോ, കഴിച്ചു. എന്നാ കുറച്ച് അച്ചാനും കൂടെ എന്ത് ചെയ്തു, വെച്ചു.
സംഭവിച്ചത്? തേജസ് നഷ്ടപ്പെട്ടു. ഹലോ, അപ്പൊ ദൈവത്തിന് ഈ മനുഷ്യനോടുള്ള സ്നേഹമായിരുന്നു എന്ത്? ദൈവം മനുഷ്യന് കൊടുത്ത തേജസ്, ഗ്ലോറി, അത് നഷ്ടപ്പെട്ടു. ഈ തേജസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ, ദൈവത്തിന് സ്തോത്രം, ആരാധന രീതി മാറി, സംസാര ശൈലി, സംസാരിക്കാൻ പോലും പറ്റാത്ത നിലയിൽ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇതിന്റെ അനന്തരഫലം, തോട്ടത്തിൽ അവരെ പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തി ഈ തോട്ടത്തിലേക്ക് കയറാതിരിക്കേണ്ടതിന്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവരെ വേർതിരിച്ചത് ഒരു ചെറിയ സംശയമായി. ഇത് നമുക്കൊരു മുന്നറിയിപ്പാ. പൗലോസ് പറയാ, കഷ്ടതയാണോ, നഗ്നതയാണോ, പട്ടിണിയാണോ, ഉപദ്രവമാണോ, ആപത്താണോ, വാളാണോ, ഇവയ്ക്കൊന്നിനും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ, എന്ന് വെച്ചാൽ ഈ ശക്തികളെയൊക്കെ ജയിക്കാനുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മ നിറവായി എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. ജയിക്കണം ദൈവമക്കളെ, ജയിക്കണം. ഈ സ്നേഹത്തിന് തണുപ്പ് വരുത്തുന്ന, ഈ സ്നേഹത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന, ഈ സ്നേഹത്തിന് കുറവ് വരുത്തുന്ന ഏത് മേഖലകളെയും ആത്മാവിൽ ജയിക്കാനുള്ള ഒരു കരുത്തും കൃപയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചെയ്യണം. ഈ സ്നേഹം അകത്ത് കയറിയാൽ അതൊരു ആവേശമായിട്ട് മാറും. ഈ ആവേശം അകത്ത് കയറിയാൽ പിന്നെ ആരാധിക്കാൻ പറയണ്ട, പ്രാർത്ഥിക്കാൻ പറയണ്ട, സ്തുതിക്കാൻ പറയണ്ട, സ്തോത്രം ചെയ്യാൻ പറയണ്ട. നമ്മുടെ അകത്ത് ആവേശം നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് വ്യാപരിക്കും. ആ സ്നേഹത്തെ പിടിച്ചു കെട്ടാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്ത് ചെയ്യത്തില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ഞങ്ങൾ വിചാരിച്ചു റോഡിൽ ആരും കാണത്തില്ല എന്നുള്ള ചിന്തയിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തത്. നോക്കിയപ്പോ ഗ്രൗണ്ട് മൊത്തം ആറാം. അവര് ഭയങ്കര ആത്മാർത്ഥമായിട്ട് കളിച്ചോണ്ടിരിക്കുക. എല്ലാവരും ഇവിടെ ഉണ്ടോ? എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു ബോംബുകൾക്കും ഒരു ശക്തികൾക്കും ഞങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിക്കാൻ. കാരണം അതകത്ത് കയറിയേക്കും. അത് എത്ര മേളിൽ പൊട്ടിയാലും എന്റെ ചിന്ത വരുമ്പോ ഇന്ന് റോഡിൽ ആരും കാണത്തില്ല, കാല് റോഡായിരിക്കും, അടിച്ചുവിട്ട് വരും. പക്ഷെ മനസ്സിലായി, രണ്ട് സൈഡിലും എന്തുണ്ട്. ഇതൊരു ഉദാഹരണം. കാരണം അവരുടെ അകത്തുള്ളത് അതൊരു ആവേശം. സ്തോത്രം. നമുക്ക് ദൈവത്തോട് ഉണ്ടാകേണ്ടത് എന്താണ്? ഒരു ഫോൺ മെസ്സേജ് കേൾക്കും, അവരെ തകർക്കാൻ പറ്റില്ല. ഒരു വാണിംഗ് കേൾക്കും, ആ ആവേശം വേണമെന്നാ പറഞ്ഞത്. അത് ഹോളിനകത്ത് ഒരു സ്വോത്രം കേൾക്കുമ്പോ ഈ ഡോറെങ്കിലും ഒന്ന് കുലുക്കണം. പോട്ടെ, അടുത്തുള്ള ആളെങ്കിലും ഒന്ന് കേൾക്കണം. നമ്മളൊരു സ്വോത്രം പറഞ്ഞെന്ന്. ഹലോ, ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ജീവനുള്ള രണ്ടുപേരെങ്കിലും ഉണ്ടെന്ന്? ഒന്നാണല്ല, പക്ഷെ ജീവനുള്ള രണ്ടുപേരെങ്കിലും ഇതിനകത്ത് ഉണ്ടെന്ന്. ഈ സ്നേഹം ശബ്ദമായി പുറത്തു വരും, ഇത് ആരോഗ്യമായി പുറത്തു വരും, ഇത് നന്ദിയായി പുറത്തു വരും, ഇത് ആരാധനയായി പുറത്തു വരും, ഇത് അഭിഷേകമായി പുറത്തു വരും, ഇത് അന്യഭാഷയായി പുറത്തു വരും, ഇതൊരു പ്രതികരണമായി മാറും. ഇന്ന് രാവിലെ ദൈവമക്കളോട് ആത്മാവിൽ, ഞാൻ ദൈവാത്മാവിൽ നിറഞ്ഞ, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഇന്ന് മകൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും. ഈ കെരൂബുകളോടൊന്ന് പറഞ്ഞ് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നേ. ഇത്രയും നേരം മുഖം മറച്ച്, പാദം മറച്ച്, രണ്ട് കൊണ്ട് പറഞ്ഞ് യഹോവ പരിശുദ്ധന് ഒരു കുറച്ചു നേരമെങ്കിലും മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവര് പറയും, ഇല്ല, എന്നെ വിളിച്ചതിന്റെ ദൗത്യം ദൈവത്തെ ആരാധിക്കാനാ, എന്നെ 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 ഉണ്ടാക്കിയതിന്റെ ദൗത്യം ദൈവത്തെ ഉയർത്താനാണ്. ഇന്ന് രാവിലെ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ജീവൻ നൽകിയത്, ശ്വാസം നൽകിയത്, ആരോഗ്യം നൽകിയത് ദൈവത്തെ സ്തുതിക്കാനാണ്.
പ്രകടിപ്പിക്കാനാണ്, അത് ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയരെ, അതിലൊരു കുറവും വരുവാനിടയായി. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ്. പക്ഷെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ സ്നേഹം കുറഞ്ഞു പോകാതെ, ആ സ്നേഹത്തിന് പോറലേൽക്കാതെ, ആ സ്നേഹത്തിന് മങ്ങലേൽക്കാതെ, ആ സ്നേഹത്തിന് ദൈവത്തിന് സ്തോത്രം പോരായ്മയുണ്ടാകാതെ ആ സ്നേഹത്തോടെ എന്നെ ചേർത്ത് നിർത്തണേ. പുസ്തകത്തിൽ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് എഴുതിയത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എഫെസോസ് സഭയോട് ദൈവത്തിന്റെ ആത്മ പറയുക. എന്താ? the first love, ആദ്യ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നീ ആകർഷിക്കപ്പെട്ട ദിവസം നിനക്ക് ദൈവത്തോടുണ്ടായിരുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരാദരവുണ്ട്. അത് ആരാധനയിൽ വെളിപ്പെട്ടിരുന്നു, അത് നിന്റെ മനോഭാവത്തിൽ, നിന്റെ ശരീരത്തിൽ, ശബ്ദത്തിലൊക്കെ വെളിപ്പെട്ടിരുന്നു. പക്ഷേ ആ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് നിന്നെ കുറിച്ച്. എന്നിട്ട് ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ പറയുക, നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം. എവിടെ? സ്നേഹം നഷ്ടപ്പെട്ടതാ. പക്ഷെ ആ കുറവിനെ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിന്റെ ദാസനെ യോഹന്നാൻ പറയാ, നീ ഏതിൽ വീണിരിക്കുന്നു എന്നറിഞ്ഞ് മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും. ഈ സ്നേഹത്തിന് കുറവ് വരാൻ ഒരിക്കലും പാടില്ല. ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കാലങ്ങൾ കഴിയുമ്പോൾ അതിന് എന്ത് വരും? സമയങ്ങൾ മുന്നോട്ട് പോകുന്നതോറും സ്നേഹത്തിന് എന്ത് വരും? കുറവ് വരും. പക്ഷേ ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും. ഈ വാക്ക് ഉപയോഗിക്കുന്ന കാര്യം, ഒരു കണ്ടീഷനും ഇല്ലാതാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്. ഒരു യോഗ്യതയും നോക്കിയല്ല. അതുകൊണ്ട് നമ്മുടെ സ്നേഹം മുഴുവൻ ആർക്ക് കൊടുക്കണം? ഇടയ്ക്ക് പാടുന്നൊരു പാട്ടുണ്ട്, എന്റെ സ്നേഹം. ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ പാടുന്നത്? അടുത്ത വാക്കൊന്ന് പറഞ്ഞ് അറിയാവുന്നില്ല. വേറെ ആരും? ശരിക്കും സത്യമാണ്, ശരിക്കും സത്യമാണ്. വേറെ ഒന്നും പറയുന്നില്ല, പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. പക്ഷെ ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ അത് പാടുന്നത്? എന്റെ സ്നേഹം വേറെ. സത്യമാണത്. അത് കവർന്ന് ഇനി ബാക്കി ഇച്ചിരൊക്കെ. അതാണ് നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യുന്നത്? കുറച്ച് വീട്ടുകാർക്ക് കൊടുത്തു, കുറച്ച് പിള്ളേർക്ക് കൊടുത്തു, കുറച്ച് ജോലി സ്ഥലത്ത് കൊടുത്തു, പിന്നെ ബാക്കി കുറച്ച്. ഹലോ, അതോ നമ്മുടെ സ്നേഹം ആരോടുള്ളതായി? സ്നേഹം എന്നൊരു വാക്ക് പഠിച്ചപ്പോൾ ഇതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരർത്ഥം, മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക. ഇതിന്റെ പല അർത്ഥങ്ങളിൽ ഒരർത്ഥം ചിന്തിപ്പിച്ചത്, ഗിവിംഗ് ഗോഡ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് സ്നേഹം. ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അത് കർത്താവിനുള്ള സ്നേഹമാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. സകലത്തിനും മുൻപേ ആ കർത്താവിനെ സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് നമ്മെ സ്നേഹിക്കാൻ കാരണമൊന്നുമില്ലായിരുന്നു, പക്ഷെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ നമ്പറിട്ട് അക്കമിട്ട് ഒത്തിരി. എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവിനെ എന്നെ സ്നേഹിക്കാൻ കാരണമൊന്നുമില്ലായിരുന്നു, പക്ഷെ എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ നമ്മുടെ ഹൃദയം അറിയാതെ നിറഞ്ഞു പോകും. ഒരു സഭയോട് പറയാ, ദൈവമക്കളെ, ഈ പ്രത്യാശയൊക്കെ സത്യമാ, നാളെ വെളിപ്പെടണം, തേജസ് സത്യമാ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ വിൺമയ ശരീരമൊക്കെ പ്രാപിക്കും. പക്ഷേ ഈ ലോകത്ത് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്നേഹം കുറഞ്ഞു പോകരുത്. അതൊരു ശാപമായി മാറരുത്, അതൊരു ദോഷമായി മാറരുത്, അതൊരു പിശാചി വരുത്തിയ കെണിയായി മാറരുത്. ആ സ്നേഹത്തിൽ
വർദ്ധിച്ചു വരണം. എന്നിട്ട് പൗലോസ് പറയുക, സ്നേഹത്തിൽ വർദ്ധിക്കണമെന്ന് പറയാൻ കാര്യം മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരിക. അപ്പം ഇന്ന് രാവിലെ ഈ മെസ്സേജ് ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ സ്നേഹം, കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദൈവസന്നിധിയിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിയണമെന്ന് ഉറച്ച തീരുമാനം. ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ഒത്തിരി ശക്തികൾ ഈ ലോകത്തുണ്ട്. കർത്താവേ, സംശയങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടതകളുണ്ട്, നിന്ദകളുണ്ട്. പക്ഷെ അതിനെയൊക്കെ ജയിക്കാനുള്ള ഒരു കൃപയായി ഇന്ന് പകൽ ഈ ആരാധന മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമാണ്. ആ കണ്ണുകളുടെ ചില നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഒട്ടിച്ചു ചേർക്കണം. അപ്പാ, അതിലെവിടെയെങ്കിലും പരാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ഞങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിച്ചു ആ സ്നേഹത്തോട് ചേർന്ന് നിൽപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഒരു കാരണമില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച, ഒരു കണ്ടീഷൻ ഇല്ലാതെ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾ ആരെന്ന് ഓർക്കാതെ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളുടെ പാരമ്പര്യമോ ഞങ്ങളുടെ ഇന്നലകളോ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിച്ച, മനഃപൂർവ്വമായി ഞങ്ങളെ സ്നേഹിച്ച കർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണം. ആ സ്നേഹത്തിൽ തണുപ്പുണ്ടാകല്ലേ കർത്താവേ, ആ സ്നേഹത്തിൽ മരവിപ്പുണ്ടാകല്ലേ കർത്താവേ. ആ ബന്ധത്തിന്റെ ഊഷ്മത വീണ്ടെടുത്ത് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽപ്പാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ പകരണമെന്ന് എത്ര പേര് ആത്മാർത്ഥമായി പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. വചനത്തിന് മുൻപിൽ സമർപ്പിക്കാം.